ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ്. അതായത് സെം 1-ലെ BCS 011 എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ആ സബ്ജക്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ എന്നാണ്. ആദ്യത്തെ ബ്ലോക്കാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് തൊട്ട് തുടങ്ങാം. അതിൻ്റെ യൂണിറ്റ് 1-ൻ്റെ പേരാണ് കമ്പ്യൂട്ടർ ദെയർ ഒറിജിൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് വരുന്നതാണ് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സംഭവം എവിടെ നിന്നാണ് തുടങ്ങിയത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബുക്കിൽ ഉള്ള ഫസ്റ്റ് ടോപ്പിക് അബാക്കസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. മനുഷ്യരാശിയുടെ ഏറ്റവും പഴയ എന്നാൽ ഏറ്റവും വിശ്വസനീയമായ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയറിനെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ടെക് ടിയർ ഡൗൺ ആണ്. അതെ, മാനവികതയുടെ ഒറിജിനൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസിനെക്കുറിച്ച്. നമുക്കിങ്ങനെയെന്ന് ആലോചിച്ചു നോക്കാം. 5000 വർഷം പഴക്കമുള്ള ഒരു ടെക്നോളജി. അതിന് ചാർജ് ചെയ്യാൻ ബാറ്ററിയുടെ ആവശ്യമില്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളില്ല. എങ്കിലും ഇന്നും അത് പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു അത്ഭുതം തോന്നുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നമ്മൾ ഇന്ന് കാണുന്ന ഈ മൈക്രോ ചിപ്പുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കുമൊക്കെ മുമ്പ് മനുഷ്യർ എങ്ങനെയാണ് വലിയ കണക്കുകൾ കൂട്ടിയിരുന്നത്? ആധുനിക കമ്പ്യൂട്ടറുകളുടെ യഥാർത്ഥ പൂർവികനാരാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് അബാക്കസ്. സങ്കീർണമായ കണക്കുകൂട്ടലുകൾ സ്വന്തം തലച്ചോറിൽ നിന്ന് ഒരു ഫിസിക്കൽ ഇന്റർഫേസിലേക്ക് മാറ്റാൻ മനുഷ്യരെ സഹായിച്ച ആദ്യത്തെ ടൂൾ. വെറുതെ മനസ്സിൽ കണക്കുകൂട്ടുന്നതിനപ്പുറം വലിയൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു ഈ കണ്ടെത്തൽ. ഒന്നാം ഭാഗം ഗ്ലോബൽ ഹാർഡ്വെയർ എവല്യൂഷൻ. ഈ വിപ്ലവകരമായ ഹാർഡ്വെയർ ലോകമെമ്പാടും എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് നമുക്ക് നോക്കാം. മിസി 2700 മെസപ്പൊട്ടേമിയയിലെ ടാക്സ് റെക്കോർഡുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. പിന്നെ അത് ഏഷ്യയിലുടനീളം പടർന്നു. ചൈനയിലും ഗ്രീസിലും റോമിലുമെല്ലാം ഇത് വളരെ വേഗം ആളുകൾ സ്വീകരിച്ചു. 13-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലും എത്തിയ ഈ ഡിവൈസ് 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ മെക്കാനിക്കൽ കാൽക്കുലേറ്ററുകൾ വരുന്നതുവരെ ശരിക്കും രാജാവായി തന്നെ തുടർന്നു. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ഓരോ സ്ഥലത്തും ഇതിന്റെ ഡിസൈൻ വ്യത്യസ്തമായിരുന്നു. ചൈനയുടെ സ്വാൻപാൻ മുകളിൽ 2ഉം താഴെ 5ഉം മുത്തുകളുള്ള ഒരു ഡിസൈനായിരുന്നു. ഹെക്സാഡെസിമൽ കണക്കുകൾക്ക് വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ജപ്പാന്റെ സൊറോബാൻ കുറച്ചുകൂടി സ്ട്രീംലൈൻഡ് ആണ്. 1/4 ബീറ്റ് ഘടനയുള്ള ആ ഡിസൈനാണ് ഇന്നും ലോകമെമ്പാടും സ്റ്റാൻഡേർഡായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില പ്രദേശങ്ങളിലും അവരുടേതായ വേർഷനുകളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്ലൈഡ് ചെയ്യുന്ന കല്ലുകൾ വെച്ച് റോമൻ അക്കങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ റോമൻ അബാക്കസ്. അതുപോലെ ബിസിനസ്സുകാർക്ക് വളരെ വേഗത്തിൽ കണക്കുകൂട്ടാൻ നടുവിലെ നിരയ്ക്ക് മാത്രം പ്രത്യേക നിറം നൽകിയ റഷ്യൻ സ്കോട്ടി. ഇതെല്ലാം അതാത് കാലത്തെ മികച്ച കണ്ടുപിടുത്തങ്ങളായിരുന്നു. രണ്ടാം ഭാഗം അണ്ടർ ദി ഹുഡ്. ഈ 5000 വർഷം പഴക്കമുള്ള ഡിവൈസ് ശരിക്കും എങ്ങനെയാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ പ്ലേസ് വാല്യൂ സിസ്റ്റം അഥവാ സ്ഥാനവില രീതിയാണ്. ഓരോ കമ്പിയും ഓരോ ഡെസിമൽ കോളത്തെയാണ് കാണിക്കുന്നത്. അതായത് ഒറ്റകൾ, പത്തുകൾ, നൂറുകൾ എന്നിങ്ങനെ. ഈ മുത്തുകളെ നടുവിലുള്ള ബാറിലേക്ക് നീക്കുമ്പോഴാണ് അവയ്ക്ക് വാല്യൂ ഉണ്ടാകുന്നത്. മുകളിലെ മുത്തിൽ 5ഉം താഴെയുള്ളവയ്ക്ക് 1ഉം. ഫിസിക്കൽ പൊസിഷൻ നേരിട്ട് സംഖ്യകളായി മാറുന്ന ഒരു കിടിലൻ സിസ്റ്റമാണിത്. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഈ 4 കാര്യങ്ങൾ ഇവിടെ വളരെ ഈസിയാണ്. കൂട്ടാൻ മുത്തുകൾ നടുവിലേക്ക് നീക്കുന്നു, കുറയ്ക്കാൻ അകറ്റുന്നു. തുടർച്ചയായി കൂട്ടുന്നത് ഗുണനം, കുറയ്ക്കുന്നത് ഹരണം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താലുണ്ടല്ലോ വലിയ ഇക്വേഷനുകളും എന്തിന് സ്ക്വയർ റൂട്ട് പോലും മസിൽ മെമ്മറിയിലൂടെ ആളുകൾക്ക് അതിവേഗത്തിൽ ചെയ്യാൻ കഴിയും. മൂന്നാം ഭാഗം മോഡേൺ സൂപ്പർ പവേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. കാൽക്കുലേറ്ററുകൾ വന്നതോടെ അബാക്കസിന്റെ കാര്യം തീരുമാനമായെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. മനുഷ്യന്റെ തലച്ചോറിൽ തികച്ചും പുതിയൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായി അത് മാറുകയാണ് ചെയ്തത്. പണ്ടുകാലത്ത് കച്ചവടത്തിനും ഗവൺമെന്റ് കണക്കുകൾക്കുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നോ സംഖ്യാബോധം വളർത്താനുള്ള മികച്ചൊരു എഡ്യൂക്കേഷൻ ടൂളാണിത്. ഇതിലെ ഏറ്റവും വലിയ കാര്യമെന്താണെന്ന് വെച്ചാൽ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് തൊട്ടറിഞ്ഞ് കണക്ക് പഠിക്കാൻ ഇതിലും മികച്ച മറ്റൊരു ടൂളില്ല എന്ന് തന്നെ പറയാം. ഈ ഡിവൈസിന്റെ പരിണാമം നോക്കൂ. പണ്ട് നികുതി കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫിസിക്കൽ ഉപകരണത്തിൽ നിന്ന് ഇത് ഇന്നത്തെ കുട്ടികളുടെ മെന്റൽ ഫ്രെയിംവർക്കായി മാറി. ഇന്ന് അബാക്കസ് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി വെച്ച് മനസ്സിൽ ഈ മുത്തുകളെ സങ്കൽപ്പിച്ച് മിനിറ്റിൽ 100 കണക്കിന് കണക്കുകളാണ് തീർക്കുന്നത്. ലിറ്ററലി സൂപ്പർ ഹ്യൂമൻ സ്പീഡാണത്. സത്യത്തിൽ ഇതൊരു അത്ഭുതമല്ലേ? കാൽക്കുലേറ്ററുകൾക്ക് മുമ്പ് വന്ന ഒരു പുരാതന ഉപകരണം
ഇന്നും ലോകമെമ്പാടുമുള്ള 60-ലധികം രാജ്യങ്ങളിൽ കുട്ടികളുടെ മെന്റൽ മാത്തമാറ്റിക്സ് കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നത് ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്ലെയിനർ എവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സ്വന്തം തലച്ചോറിന്റെ ആ ഒരു കമ്പ്യൂട്ടിംഗ് പവർ നമ്മൾ മറന്നുപോയോ? എപ്പോഴും സ്ക്രീനുകളിൽ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡിന്റെ ആ അൾട്ടിമേറ്റ് പവർ നമുക്ക് നഷ്ടപ്പെടുകയാണോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം.